ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള യുദ്ധാവസ്ഥ ലോകരാഷ്ട്രീയത്തിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് ഇപ്പോഴത്തെ പ്രധാന ആശങ്ക. ഈ പശ്ചാത്തലത്തിലാണ് പെന്റഗൺ അകത്തു നിന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെതിരെ യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാത്ത നാറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ അമേരിക്ക ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. റോയിട്ടേഴ്സ് പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് പെന്റഗണിന്റെ ഒരു ആഭ്യന്തര ഇമെയിൽ സന്ദേശത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നേറ്റോ സഖ്യം എന്നത് പല രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു പ്രതിരോധ കൂട്ടായ്മയാണ്. അതിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ് അടിസ്ഥാന തത്വം. എന്നാൽ ഇപ്പോൾ ഇറാൻ വിഷയത്തിൽ ചില രാജ്യങ്ങൾ അമേരിക്കയുടെ നിലപാടിനൊപ്പം നിൽക്കുന്നില്ല എന്നത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇമെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ കടുത്തതും വിവാദപരവുമാണ്. ഉദാഹരണത്തിന്, സ്പെയിൻ എന്ന രാജ്യത്തെ നാറ്റോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നതാണ് ഒരു നിർദ്ദേശം. അതായത് സഖ്യത്തിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കുക എന്നർത്ഥം. അതോടൊപ്പം ബ്രിട്ടന്റെ അധീനതയിലുള്ള ഫോക്ലാൻഡ് ദ്വീപുകൾ സംബന്ധിച്ച് അമേരിക്കയുടെ നിലപാട് പുനർപരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ ദ്വീപുകൾക്കുമേൽ അർജന്റീന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതുവരെ ബ്രിട്ടനെ പിന്തുണച്ചിരുന്ന അമേരിക്ക ഇപ്പോൾ ആ പിന്തുണ കുറയ്ക്കാൻ ആലോചിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നാറ്റോ സഖ്യത്തിനുള്ളിൽ വലിയ പിളർപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടൻ പോലുള്ള പ്രധാന സഖ്യരാജ്യത്തോടുള്ള ബന്ധത്തിൽ മാറ്റമുണ്ടാകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇറാനെതിരായ സൈനിക നടപടിയിൽ അമേരിക്കയെ സ്പെയിൻ വിമർശിച്ചിരുന്നു. അതിനൊപ്പം അമേരിക്കൻ സൈന്യത്തിന് അവരുടെ വ്യോമപാതയോ സൈനിക താവളമോ ഉപയോഗിക്കാൻ അനുമതി നൽകാൻ സ്പെയിൻ തയ്യാറായിരുന്നില്ല. ഇത് അമേരിക്കയെ അസ്വസ്ഥരാക്കി. അതിനുശേഷം അമേരിക്ക സ്പെയിനെതിരെ ചില വാണിജ്യ ഉപരോധങ്ങളും ഏർപ്പെടുത്തി. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ സഖ്യരാജ്യങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. അമേരിക്കയ്ക്ക് ആവശ്യമായ സമയത്ത് പിന്തുണ നൽകാത്തത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സ്പെയിനിനൊപ്പം ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ നിലപാടും അമേരിക്കയ്ക്ക് തൃപ്തികരമായിരുന്നില്ല. ബ്രിട്ടൻ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിച്ചത്. ഇത് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് കാരണമായി. ഫോക്ലാൻഡ് ദ്വീപുകളുടെ വിഷയത്തിൽ അമേരിക്ക പിന്തുണ പിൻവലിക്കാൻ ആലോചിക്കുന്നത് ബ്രിട്ടനോട് സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു മാർഗമായാണ് കാണുന്നത്. ഇതിലൂടെ സഖ്യരാജ്യങ്ങൾ അമേരിക്കയുടെ നിലപാടിനൊപ്പം നിൽക്കുമെന്ന് അവർ നിർബന്ധമാക്കാൻ ശ്രമിക്കുകയാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹോർമൂസ് എന്ന പ്രധാന കടലൊടുക്ക് അടച്ചുപൂട്ടിയിരുന്നു. ലോകത്തിലെ വലിയ എണ്ണ ഗതാഗത പാതയിലൊന്നായ ഈ കടലൊടുക്ക് തുറക്കാൻ അമേരിക്ക സഖ്യരാജ്യങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പല രാജ്യങ്ങളും അതിന് തയ്യാറായില്ല. ഇതിനെതിരെ അമേരിക്ക വീണ്ടും പ്രതികരിച്ചു. അമേരിക്കൻ സേന ചെയ്ത സഹായങ്ങൾക്ക് പകരമായി സഖ്യരാജ്യങ്ങൾ പിന്തുണ നൽകുന്നില്ല എന്ന് അവർ ആരോപിച്ചു. സഖ്യകക്ഷികൾ വെറും പേരിന് മാത്രമായി മാറിയിരിക്കുന്നുവെന്നും അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുമെന്നും പെന്റഗൺ അറിയിച്ചു. പെന്റഗൺ പ്രസ് സെക്രട്ടറി കിങ്സ്ലി വിൽസൺ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. പ്രസിഡന്റിന് മുന്നിൽ പുതിയ മാർഗങ്ങൾ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ അമേരിക്കയുടെ സമീപനം കൂടുതൽ കടുപ്പമെന്ന സൂചനയും ലഭിക്കുന്നു. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ വളരെ സൂക്ഷ്മമായ നീക്കമാണ് തുടരുന്നത്. പ്രത്യേകിച്ച് യുകെയും ഫ്രാൻസും നേരിട്ട യുദ്ധത്തിൽ ചേരുന്നത് വലിയ അപകടമായി കാണുന്നു. അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്കൊപ്പം ചേരുന്നത് നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി മാറുമെന്നാണ് അവരുടെ ആശങ്ക. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ മാത്രമേ അവർ കൂടുതൽ സഹകരിക്കാൻ തയ്യാറാകൂ എന്നതാണ് ഇവരുടെ നിലപാട്. ഇത് അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങളോട് പൊരുത്തപ്പെടുന്നില്ല. ഇതിനൊപ്പം സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഈ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു. ഇമെയിൽ സന്ദേശങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നും ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ചേർന്നാൽ നാറ്റോ സഖ്യം ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണെന്ന് വ്യക്തമാണ്. ഏകദേശം 76 വർഷമായി നിലനിൽക്കുന്ന ഈ സഖ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നാണ് പലരും പറയുന്നത്. ഇതിനൊപ്പം അമേരിക്ക സഖ്യത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിലെ സുരക്ഷാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിനു മുമ്പ് ഇസ്രായേലിനെതിരെ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തിയതായി ആരോപിച്ച സ്പെയിനിനെ ഒരു സമിതിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ നിരീക്ഷിക്കുന്ന സമിതിയായിരുന്നു അത്. സ്പെയിൻ ഇസ്രായേലുമായുള്ള എല്ലാ വാണിജ്യ കരാറുകളും റദ്ദാക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് അവരെ സമിതിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രധാന കാരണം. ഈ എല്ലാ സംഭവങ്ങളും കൂടി നോക്കുമ്പോൾ ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കുകയാണെന്ന് മനസ്സിലാക്കാം. ഒരു ഭാഗത്ത് യുദ്ധസാധ്യത, മറുവശത്ത് സഖ്യബന്ധങ്ങളിൽ പിളർപ്പ്. ഇരുവരും ചേർന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം രൂപപ്പെട്ടത്. ഇനി എന്ത് സംഭവിക്കുമെന്നത് വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയും അതിന്റെ സഖ്യരാജ്യങ്ങളും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ലോകത്തെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.